അസ്സലാമലൈക്കും, നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇതിനിപ്പോൾ ഉന്നക്കായ എന്നൊക്കെ പറയും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു കേജ് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന് വേണ്ടി നേന്ത്രപ്പഴം എടുക്കുമ്പോൾ അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം വേണം എടുക്കാൻ. അപ്പോൾ ഞാൻ തോലൊക്കെ ഒന്ന് കഴിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലുണ്ടാവേണ്ട ഒരു കറുപ്പ് ഒരു ആരുണ്ടാവില്ല, അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. പിന്നെ നമ്മളിത് വാട്ടിൻ്റെ ശേഷം അത് ഒഴിവാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതുപോലെ ഞാൻ ഉള്ളിലുള്ളതൊക്കെ കറുപ്പ് കളറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. വാട്ടിയതിന് ശേഷം ആകുമ്പോൾ ചൂടാകുമ്പോൾ നമുക്ക് ഒഴിവാക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം തന്നെ അത് കട്ട് ചെയ്യുമ്പോൾ ഒഴിവാക്കിയാൽ മതി. പിന്നെ നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ഇതുപോലെ പഴമൊക്കെ ആവിക്ക് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 തട്ടിലായിട്ട് വെച്ചെടുത്തിട്ട് കുറച്ച് സമയം അടച്ചു വെക്കുക. അപ്പോൾ വേഗം റെഡി ആയി കിട്ടും. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. പഴുപ്പ് കൂടിയ പഴമാകുമ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് കുഴക്കേണ്ടി വരും. നമുക്ക് ശരിക്കും പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പോൾ അത് വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നല്ലൊന്ന് ഉടച്ചെടുക്കണം. ചൂടോട് കൂടി തന്നെ ചെയ്യണം, എന്നാലേ നമുക്കിത് നല്ല ഉടഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ ഇനിയൊരു ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അതിൻ്റെ അതുകൊണ്ടൊക്കെ നല്ല അമർത്തി ഉടച്ചെടുത്തതാണ്. ഉടക്കാനൊക്കെ ചൂടായതുകൊണ്ട് കൈകൊണ്ട് കുഴക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നല്ലത് കട്ടയൊന്നുമില്ലാതെ നല്ല നമ്മൾ പൊടിയൊക്കെ കുഴക്കണ പോലെ തന്നെ നല്ല കുഴച്ചെടുക്കുക. ഞാൻ നല്ലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കുറച്ച് സമയം ഞാൻ അടച്ച് വെച്ച് നമുക്കിതൊന്ന് പരത്തിയെടുക്കേണ്ടി വരും. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് ശർക്കര ഞാനൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിറക്കാനുള്ള തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ശർക്കരയും അണ്ടി ഇതൊക്കെ ഉണ്ടായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ശർക്കര ഇഷ്ടമല്ലെങ്കിൽ പഞ്ചസാര എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് പശുവിൻ നെയ്യ് ഒരു ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കാഷ്നട്ടും കുറച്ച് മുന്തിരി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കിയത് അതിലെന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ശർക്കരൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം പഞ്ചസാര എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള മധുരം ചേർത്തിയാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ള മുഴുവൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിന് നല്ല മധുരം ഉണ്ട്. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരൊക്കെ കുറച്ചധികം എടുക്കാം, കുറവ് വേണ്ടവർക്ക് കുറക്കാം, അവനവൻ്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം. ഇതുപോലെ നല്ല വറുത്തെടുത്തിട്ട് നമുക്കൊന്ന് ഇറക്കിയിട്ട് മാറ്റിയേക്കാം. കുറച്ച് സമയം ഒന്ന് ചൂടാറിക്കോട്ടെ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോരോ നമ്മൾ നേന്ത്രപ്പഴം ഉണ്ടല്ലോ വാട്ടിയിട്ട് കുഴച്ച് വെച്ചതാണിത്. അപ്പോൾ നമ്മളിതൊന്നിങ്ങനെ പരത്തി അപ്പോൾ കയ്യിൽ കുറച്ചൊന്ന് വെള്ളം ഒന്ന് തൊട്ടിട്ടൊന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് വലിയ തൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൈവെള്ളയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഈ തേങ്ങ ഉണ്ടാക്കിയ ഫില്ലിങ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഉന്നക്കായ് പോലെ നല്ലൊന്നും അങ്ങോട്ട് ഉരുട്ടിയെടുത്താൽ മതി. കൈയൊന്ന് നനച്ച് കൊടുത്താൽ മതി, എന്നാൽ കൈയൊന്നും ഒട്ടിപ്പിടിക്കൂല. അപ്പോൾ ഇതിങ്ങനെ പരത്താനും ഉരുട്ടാനൊക്കെ ബുദ്ധിമുട്ടാവും. നല്ല പഴുത്ത നേന്ത്രപ്പഴം. അപ്പോൾ അതിന് അങ്ങനെ നല്ല പഴുത്തെടുക്കരുത്, കുറച്ച് പഴുപ്പ് കയറിയാൽ തന്നെ അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ശരിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൽ അരിപ്പൊടിയൊന്നും ഞാൻ ചേർത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല പഴം ഇതിന് വേണ്ടി എടുക്കുമ്പോൾ പഴുപ്പ് കുറഞ്ഞ പഴം നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ മുഴുവനായിട്ടും പരത്തിയിട്ട് റെഡിയാക്കി എടുക്കട്ടെ. നല്ല ടേസ്റ്റാണിത് കഴിക്കാനൊക്കെ. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് എപ്പോഴും നേന്ത്രപ്പഴം പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് ഇതുപോലെ
ഒന്ന് മാറ്റിയൊക്കെ ഒന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉന്നക്കായ് ഇവിടെ പിന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം. ഇനിയിപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയാണ് ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്ത് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലിട്ടിട്ട് നമുക്കെല്ലാം ഒന്ന് പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേഗം റെഡിയാവും. എളുപ്പം. അത് നേന്ത്രപ്പഴം വെന്തത് തന്നെയാണല്ലോ, തേങ്ങയൊക്കെ വെന്തതാണ്. അപ്പോൾ ഒന്നിങ്ങനെ ഒരു കളറ് മാറുമ്പോൾ നമുക്കിട്ട് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേന്ത്രപ്പഴം വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പുറമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.